ഓം നമ ശിവായ. ശംഭോ മഹാദേവ. ഇന്ന് മഹാശിവരാത്രിയാണ്. ഞങ്ങൾ ആലുവക്കാരുടെ ഏറ്റവും വലിയ ആഘോഷം. ആയിരക്കണക്കിന് ആളുകൾ ആലുവ മണപ്പുറത്ത് വന്ന് മരിച്ചുപോയ പിതൃക്കൾക്ക് ശ്രാദ്ധം കൂട്ടുന്ന ദിവസമാണ്. മാത്രമല്ല ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനവുമാണ്. ഈ സുദിനത്തിൽ നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം പരേതനായ ശ്രീ കെ കരുണാകരൻ്റെ മകൾ പത്മജ, കെ പത്മജ എന്നാണ് അവരുടെ SSLC ബുക്കിൽ കാണുന്ന പേര്. പത്മജ വേണുഗോപാൽ എന്ന പേരിലാണ് പൊതുമണ്ഡലത്തിൽ അറിയപ്പെടുന്നത്. ഈ മഹതി ഈ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ തലേ ദിവസം കോൺഗ്രസ് പാർട്ടിയുമായിട്ടുള്ള സകല ബന്ധവും വിച്ഛേദിച്ച് ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വം എടുത്തു എന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ചധികം കാലമായിട്ട് പത്മജ കോൺഗ്രസ് നേതൃത്വവുമായിട്ട് പല പ്രകാരത്തിലും പിണങ്ങി നിൽക്കുകയാണ്. പിണക്കത്തിൻ്റെ കാരണം പലതാണ്. അവർക്ക് പാർട്ടിയിൽ അർഹമായ അംഗീകാരം ലഭിക്കുന്നില്ല, സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നില്ല. അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോഴൊക്കെ കോൺഗ്രസ്സുകാർ വേല വച്ച് പാലം വലിച്ച് അവരെ തോൽപ്പിച്ചു. ആദ്യം ഒരിക്കൽ അവർ ഞങ്ങളുടെ മൂന്നപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിച്ചാണ് 2004. അന്ന് കോൺഗ്രസ്സുകാരായ ഒരുപാട് പേർ വോട്ട് മാറ്റിച്ചു. പത്മജയും എറണാകുളത്ത് എഡ്വേർഡ് ഇടയെടുത്തും മൂവാറ്റുപുഴയിൽ ജോസ് കെ മാണിയും മത്സരിച്ചുകൊണ്ടാണ് സംസ്ഥാനത്തെമ്പാടും UDFന് എതിരായ വലിയ വികാരമുണ്ട്. അങ്ങനെ UDFൻ്റെ കൊള്ളാവുന്ന സ്ഥാനാർത്ഥികൾ വരെ തോറ്റുപോയി. മാവേലിക്കരയിൽ രമേശ് ചെന്നിത്തല തോറ്റു, ആലപ്പുഴയിൽ VM സുധീരൻ തോറ്റു. മറ്റുള്ളവരുടെ കാര്യം പ്രത്യേകം പറയേണ്ടതില്ല, എല്ലാ സ്ഥാനാർത്ഥികളും തോറ്റു. ആകെ അഹമ്മദ് മാത്രമാണ് ജയിച്ചത്. അങ്ങനെ UDFന് വലിയ തിരിച്ചടിയുണ്ടായി. അതിനുശേഷം കെ കരുണാകരൻ കോൺഗ്രസിൽ നിന്ന് പോയി. കരുണാകരനും മുരളിയും കൂടി ചേർന്ന് DIC-K എന്നൊരു പാർട്ടി ഉണ്ടാക്കി. അന്ന് കരുണാകരനൂടെ പോകാതെ മാതൃസംഘടനയിൽ ഉറച്ചു നിന്ന ആളാണ് പത്മജ. എന്നാൽ ആ രീതിയിലൊരു പരിഗണന അവർക്ക് കിട്ടിയോ? അത് കിട്ടിയില്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഒരു സീറ്റ് ന്യായമായിട്ട് കൊടുക്കേണ്ടായിരുന്നു, അത് കൊടുത്തില്ല. പിന്നീട് മുരളീധരൻ്റെ പാർട്ടി കോൺഗ്രസ്സിലേക്ക് തിരിച്ചു വന്നു. മുരളിക്കും ശങ്കരനും ശോഭന ജോർജിനും ഒക്കെ മത്സരിക്കാൻ സീറ്റ് കൊടുത്തെങ്കിലും പത്മജയെ പാർട്ടി പരിഗണിച്ചില്ല. അപ്പോൾ പാർട്ടിക്കകത്ത് നിന്ന പത്മജയ്ക്ക് പരിഗണന കിട്ടിയില്ല. പാർട്ടി വിട്ടുപോയി DIC ആയിട്ട് തിരിച്ചു വന്ന മുരളിക്ക് മത്സരിക്കാൻ സീറ്റ് കൊടുത്തു. മുരളീധരനടക്കമുള്ള ആളുകളൊക്കെ തോറ്റുപോയി. ആകെ വന്നിട്ട് പോയിട്ട് കുവൈറ്റ് ചാണ്ടി മാത്രമേ ജയിച്ചുള്ളൂ 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അത് കഴിഞ്ഞ് മുരളീധരൻ NCPയിലേക്ക് പോയി. കരുണാകരൻ തിരിച്ച് മാതൃസംഘടനയിലേക്ക് വന്നു. പക്ഷേ മുരളീധരൻ NCPയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് വിലസി. 2009 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വയനാട്ടിൽ മത്സരിച്ചു, പരാജയപ്പെട്ടു. അതിനുശേഷം NCPയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് മാതൃസംഘടനയിലേക്ക് മടങ്ങുകയാണ് എന്ന് പറഞ്ഞിട്ട് കരുണാകരൻ മരിക്കുന്നവരെ മുരളിക്ക് ഒരു 3 രൂപയുടെ മെമ്പർഷിപ്പ് പാർട്ടി കൊടുത്തില്ല. ആ ദുഃഖത്തിലാണ് കരുണാകരൻ മരിച്ചത്. അതിനുശേഷമാണ് മുരളീധരനെ തിരിച്ച് പാർട്ടിയിലെടുത്തു. അദ്ദേഹത്തിന് വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ സീറ്റ് കൊടുത്തു. അപ്പോഴും പത്മജയ്ക്ക് ഒരു സീറ്റ് കൊടുത്തില്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ പത്മജയ്ക്ക് തൃശ്ശൂർ സീറ്റ് കൊടുത്തു. പക്ഷേ പത്മജ ജയിച്ചില്ല, അഥവാ പത്മജ ജയിക്കാൻ കോൺഗ്രസ്സുകാർ സമ്മതിച്ചില്ല. തേറമ്പിൽ രാമകൃഷ്ണൻ പത്മജയ്ക്ക് വേണ്ടി എന്തെങ്കിലും തരത്തിൽ പ്രവർത്തിക്കാൻ വിസമ്മതിച്ചു. അദ്ദേഹത്തിൻ്റെ സീറ്റാണ് പത്മജയ്ക്ക് കൊടുത്തത് എന്ന കാരണത്താൽ. അതുപോലെ തന്നെ തൃശ്ശൂർ പാർട്ടിയിലെ ഏറ്റവും ശക്തനായ നേതാവ് CN ബാലകൃഷ്ണനാണ്. ബാലകൃഷ്ണൻ അദ്ദേഹത്തിൽ കഴിയുന്ന എല്ലാ വിധത്തിലും പത്മജയ്ക്ക് പാര വച്ചു, അഥവാ ടാങ്ക് പിടിച്ചു. അങ്ങനെ പത്മജ പരാജയപ്പെട്ടു. അങ്ങനെയാണ് സഖാവ് VS സുനിൽകുമാർ ഏറെക്കാലത്തിന് ശേഷം തൃശ്ശൂർ പട്ടണത്തിൽ ചെങ്കുടി പറിച്ച്. VS സുനിൽകുമാറിന് ശേഷം P ബാലേന്ദ്രൻ വന്നപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇത്തവണ പത്മജ ജയിച്ചത് തന്നെയാണ്. 2021 തെരഞ്ഞെടുപ്പ് പത്മജ ഇത്തവണ നിസ്സംശയം ജയിക്കുമെന്ന് CPIക്കാരടക്കം പറഞ്ഞു. എനിക്കറിയാവുന്ന പല CPIക്കാരും പറഞ്ഞു തൃശ്ശൂർ ബാലേന്ദ്രൻ ജയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, ജയിക്കില്ല. സുരേഷ് ഗോപിക്കും സാധ്യതയില്ല, മിക്കവാറും പത്മജ തന്നെ ജയിക്കും, 99% പത്മജ ജയിക്കും എന്ന് പറഞ്ഞു. പലരും ബെറ്റ് വെക്കാൻ വരുന്നത് ഇറങ്ങി. പക്ഷേ അവസാനം എന്ത് സംഭവിച്ചു? വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ ജയിച്ചു, പത്മജ തോറ്റു. അതും ഇതുപോലെ കോൺഗ്രസ്സുകാർ വേല വെച്ചിട്ട് സംഭവിച്ചാണ്. അങ്ങനെ പാർട്ടിയിൽ നിന്നിട്ട് യാതൊരു കാര്യമില്ല എന്ന് മനസ്സിലായി. കയ്യിൽ നിന്ന് ധാരാളം കാശ് നഷ്ടപ്പെട്ടു. ധനനാശം, മാനഹാനി, മനോവേദന, ഇത് മാത്രം ബാക്കി. അങ്ങനെ പത്മജ കടുത്ത തീരുമാനമെടുത്തു. BJPക്കാരാണെങ്കിൽ അവർക്ക് എന്തൊക്കെയോ ഓഫറുകൾ കൊടുത്തിട്ടുണ്ട്. മിസോറാമിലെ ഗവർണറാക്കാമെന്നോ, അതല്ലെങ്കിൽ ഗോട്ടിമാലയിലെ ഇന്ത്യയുടെ അംബാസഡറാക്കാമെന്നോ, അതുമല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ പ്രതിനിധിയാക്കാമെന്നോ, എന്താ കൊടുത്തതെന്ന് നമുക്കറിയില്ല. എന്തൊക്കെയോ വാഗ്ദാനം ചെയ്തു.
അപ്പോൾ ഈ കോൺഗ്രസ്സിൽ നിന്നിട്ടൊരു കാര്യമില്ല, അത് ഉപ്പ് വെച്ച കാലം പോലെ അലിഞ്ഞലിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുരളീധരനാണെങ്കിൽ വടകരയിൽ വീണ്ടും മത്സരിക്കാൻ തയ്യാറായി നിൽക്കും. പത്മജയ്ക്കാണെങ്കിൽ പാർട്ടിയിൽ യാതൊരു സ്ഥാനമോ മാനമോ ഇല്ല. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞു. 2015 കൊച്ചി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മേയർ സ്ഥാനം വനിതാ സംവരണമാണ്. പത്മജ വേണുഗോപാൽ പനമ്പിളുകാരിലോ കടവന്ത്രയിലോ എവിടെയെങ്കിലും ഒരു വനിതാ സംവരണ സീറ്റിൽ മത്സരിക്കാൻ താല്പര്യപ്പെട്ടു. ജയിച്ചാൽ കൊച്ചി മേയറാകാം. ചെറിയ സ്ഥാനമല്ല. കൊച്ചി കേരളത്തിലെ വാണിജ്യ തലസ്ഥാനമാണ്, മെട്രോപൊളിറ്റൻ സിറ്റിയാണ്. അവിടെ സുന്ദരിയും സുശീലയും സകല ഗുണസമ്പന്നയും സർവോപരി കെ കരുണാകരൻ്റെ മകളുമായ പത്മജ മേയറായാൽ ആ സീറ്റിന് തന്നെ അതൊരു ഐശ്വര്യമായിരിക്കും. പക്ഷേ നല്ലവരായ കോൺഗ്രസ്സുകാർ അവർക്ക് മത്സരിക്കാൻ ഒരു ഡിവിഷൻ പോലും കൊടുത്തില്ല. ഒരു ഡിവിഷനിൽ മത്സരിച്ചാലല്ലേ കൗൺസിലറാവും. കൗൺസിലറായി പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ മേയറാകാം. അതുപോലെ തന്നെ ലാലി വിൻസെൻ്റ് എറണാകുളത്തെ എണ്ണപ്പെട്ട ഒരു വക്കീലും കോൺഗ്രസിൻ്റെ അനിഷേധ്യ നേതാവും വളരെ അധികം നേതൃഗുണങ്ങളുള്ള വ്യക്തിയുമാണ്. അവർക്കും ഒരു ഡിവിഷൻ കൊടുത്തില്ല. ജയിച്ചാൽ മേയർ സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ചാലോ എന്ന് കരുതി. അതാണ് കൊച്ചിയിലെ കോൺഗ്രസ്സുകാരുടെ ഒരു രീതി. അങ്ങനെ മത്സരിക്കാൻ ഒരു ഡിവിഷൻ പോലും കിട്ടാതെ പോയ ആളാണ് പത്മജ വേണുഗോപാൽ. പിന്നെ അവരെന്തിനാണ് ഈ പാർട്ടിയിൽ തുടരുന്നത് എന്ന ചോദ്യം ന്യായമായിട്ട് ഉയർന്നു വരുന്ന ഒന്നാണ്. അത് അവർ സ്വയം ചോദിച്ചു. എന്നാൽ ഈ BJPയിലേക്ക് പോകാം എന്ന് വിചാരിച്ചു. പിന്നെ കരുണാകരൻ മകൾക്ക് പേരിട്ടപ്പോൾ ഇത് കരുതി കൂട്ടിയാണ് ഇട്ടതെന്ന് എനിക്ക് തോന്നുന്നു. പത്മം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ താമര എന്നാണ്. BJPയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നവും താമരയാണ്. പത്മജ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ മഹാലക്ഷ്മിയാണ്. അങ്ങനെ ലക്ഷ്മി ഭഗവതിയെ പോലെ ഐശ്വര്യ വരദായിനിയായിട്ടുള്ള നമ്മുടെ പത്മജ വേണുഗോപാൽ അത് എത്തേണ്ട സ്ഥലത്തേക്ക് തന്നെ എത്തുകയാണ്, അതായത് BJPയിലേക്ക്. ഇത് കോൺഗ്രസ്സുകാർക്ക് പൊതുവെ ഒരു മനപ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുന്നു. മുരളിയേട്ടൻ തന്നെ വടകരയിൽ മത്സരിക്കുന്നു. ഈ സന്ദർഭത്തിൽ ലീഡർ കെ കരുണാകരൻ്റെ മകൾ പാർട്ടി വിട്ടു പോയി എന്ന് പറയുന്നത് ആർക്കും സന്തോഷമുള്ള കാര്യമല്ല. ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി പോയ പോലെയല്ല, അതിനേക്കാളും കഠിനമാണ്. കാരണം കേരളത്തിൽ BJP ക്ലച്ച് പിടിക്കാതെ പോയതിൻ്റെ ഒരു പ്രധാന കാരണക്കാരൻ കരുണാകരനാണ്. ഗുരുവായൂരപ്പൻ്റെ ഭക്തനും സവർണ ഹിന്ദുവുമായ കരുണാകരൻ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നിട്ടാണ് ഈ BJPയിലേക്ക് ഉണ്ടാകാമായിരുന്ന ഒഴുക്ക് തടഞ്ഞു നിർത്തിയത്. മാത്രവുമല്ല, കേരള കോൺഗ്രസിനെ മുസ്ലിം ലീഗിനെയൊക്കെ ചേർത്ത് ഐക്യ ജനാധിപത്യ മുന്നണി കെട്ടിപ്പടുത്ത് അതിൽ കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള പ്രൊഫസർ വേലായുധനെയൊക്കെ കൂട്ടി ചേർത്ത് ഒരു മാർക്സിസ്റ്റ് വിരുദ്ധ മുന്നണി രൂപീകരിച്ച ആളാണ്. പിന്നെ അദ്ദേഹം തന്നെ മാർക്സിസ്റ്റുകാരുടെ പോയെങ്കിലും ഒരിക്കലും BJPയുടെ കൂടെ പോയില്ല. അങ്ങനെയുള്ളതായ കരുണാകരൻ്റെ മകൾ, ഏകമകൾ, സ്വന്തം സഹോദരനെ പോലും തള്ളിപ്പറഞ്ഞ് BJPയിലേക്ക് പോയി എന്ന് പറയുന്നത് സത്യത്തിൽ ഈ കോൺഗ്രസ്സുകാർക്ക് ഒരു തരത്തിലും ശോഭയുണ്ടാക്കുന്ന അല്ലെങ്കിൽ സന്തോഷം പകരുന്ന ഒരു കാര്യമല്ല. ഇത് പറയുമ്പോൾ ഒരു കാര്യം പറയാതെ എനിക്ക് അവസാനിപ്പിക്കാൻ പറ്റുകയില്ല. അത് വളരെ പഴയ ഒരു കാര്യമാണ്. 1984 കാലത്ത് 83-ലാണ് ഈ നിലക്കൽ പ്രക്ഷോഭം എന്ന് പറഞ്ഞൊരു സംഭവം നമ്മുടെ നാട്ടിലുള്ളതാണ്. നിലക്കൽ ഈ ശബരിമല പൂങ്കാവനത്തിൽ ഒരു ക്രിസ്ത്യൻ പള്ളിക്ക് സ്ഥലം ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ സമരമാണ്. അതിനെതിരെ നടത്തിയ സമരമാണ്. സ്ഥലം കൊടുക്കരുത്. നിലക്കല്ലിൽ കണ്ട കുരിശ് ശങ്കർ സിമെൻ്റ് കൊണ്ടുണ്ടാക്കിയതാണ്. ഇത് വസ്തു കയ്യേറാനുള്ള ക്രിസ്ത്യാനികളുടെ കുൽസിത ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞു സമരം നടത്തിയത് പ്രധാനമായിട്ടും RSSകാരാണ്. അന്ന് ഇന്നതുപോലെ ശക്തമായല്ല. BJPയൊക്കെ വളരെ ശൈശവാവസ്ഥയിലാണ്. അവർക്ക് ഈ രീതിയിലുള്ള ജനപിന്തുണയോ അല്ലെങ്കിൽ പണമോ ഒന്നുമില്ല. കേന്ദ്രത്തിൽ ഇന്ദിരാഗാന്ധിയാണ് ഭരിക്കുന്നത്, സംസ്ഥാനത്ത് കരുണാകരനാണ് ഭരിക്കുന്നത്. ആ സമയത്താണ് ഈ സമരം നടക്കുന്നത്. അപ്പോൾ ഈ സമരം ഇങ്ങനെ ഊർജിതമായിട്ട് നടക്കുന്ന സമയത്ത് ഒരു മലയാള മാസം 1-ാം തീയതി ഗുരുവായൂർ ക്ഷേത്രത്തിൽ തൊഴാൻ വന്ന സാക്ഷാൽ കെ കരുണാകരൻ്റെ ഉടുമുണ്ട് BJPക്കാരായ ചില വനിതകൾ ചേർന്ന്, BJPക്കാരായ വനിതകൾ എന്നുവെച്ചാൽ RSS ചായ്വുള്ള വനിതകൾ ചേർന്ന് അദ്ദേഹത്തിൻ്റെ ഉടുമുണ്ട് പിടിച്ച് അഴിച്ചു. താനിനി മുണ്ടെടുത്ത് നടക്കണ്ടോ എന്ന് ആക്രോശിച്ചുകൊണ്ട് അങ്ങനെ ഉടുമുണ്ട് അഴിച്ച അത് എനിക്ക് തോന്നുന്നത് TP വിനോദിനി അമ്മ എന്ന് പറഞ്ഞൊരു നേതാവുണ്ടായിരുന്നു BJPയിൽ. ഇപ്പോഴത്തെ BJPക്കാർക്ക് ആർക്കും അറിയാൻ സാധ്യതയില്ല. പണ്ട് M ദേവകി അമ്മ, TP വിനോദിനി അമ്മ എന്നൊക്കെ പറഞ്ഞ ചില വീരപരാക്രമികളായ വനിതകൾ പാർട്ടിയിലുണ്ട്. അവരുടെയൊക്കെ ഒരു പിന്മുറക്കാരിയാണ് നമ്മുടെ ശോഭാ സുരേന്ദ്രൻ. അങ്ങനെ വിനോദിനി അമ്മയുടെ നേതൃത്വത്തിലുള്ള മഹിളകളാണ് കരുണാകരൻ്റെ ഉടുമുണ്ട അഴിച്ച വിനോദകരമായ ഒരു പരിപാടി അരങ്ങേറ്റിയത്. അങ്ങനെ കരുണാകരൻ്റെ ഉടുമുണ്ട അഴിച്ച പാർട്ടിയിലേക്കാണ്
നമ്മുടെ പത്മജ വലത്തെ കാലം വെച്ച് കയറിയിട്ടത്. ഈ കഥ പത്മജയ്ക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല. BJPയുടെ പഴയ നേതാക്കന്മാരാരോടും ചോദിച്ചാൽ പറഞ്ഞിരുന്നു. കുമ്മനം രാജശേഖരന് ഓർമ്മയുണ്ടാവാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കുമ്മനം ചേട്ടൻ അത് തിരുത്തും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഇങ്ങനെയുള്ള പാർട്ടിയിലേക്ക് നമ്മുടെ പത്മു വലത്തെ കാലം വെച്ച് പോയിരിക്കുകയാണ്. അവരുടെ ഭാവി എന്താവും എന്ന് പറയാൻ ഞാനാളല്ല. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ പ്രതിനിധിയാവും, അതല്ല ഇനി മിസോറാമിൽ ഗവർണറാവോ, വെനിസ്വേലയിൽ അംബാസഡറാവോ, ഇനി മറ്റെന്തെങ്കിലും പദവിയാണോ ഉണ്ടാകാൻ പോകുന്നതെന്ന് അറിയില്ല. ഇനി ഗഗൻയാനിൽ ഇവരെ കയറ്റി ബഹിരാകാശത്തേക്ക് വിടൂ എന്ന് പോലും ഞാൻ സംശയിക്കുന്നു. എന്ത് തന്നെയായാലും എൻ്റെ ഒരു വളരെ നല്ല സുഹൃത്താണ് ശ്രീമതി പത്മജ വേണുഗോപാൽ. അവർക്ക് ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. അവർക്ക് മംഗളം നേരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.